ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഷാജി. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ ട്രെൻഡ് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷാജിയുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാരെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ലെവലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ നേരത്തെ അവർക്കെതിരെ സപ്പോർട്ട് ആണ് നമ്മൾ ചെയ്തത്. കാരണം അവരൊരു സ്ത്രീയാണ്, 5 മക്കളുടെ മാതാവാണ്, ഹസ്ബൻഡില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നൊരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ ചിലപ്പം മാനസികാവസ്ഥ ഓരോരുത്തരെയും മൈൻഡ് പല രീതിയിലാണ്. ചിലപ്പോൾ ഹസ്ബൻഡൊക്കെ മരിച്ച് ഈ കുഞ്ഞുങ്ങൾ 5 മക്കളെയൊക്കെ വളർത്തേണ്ടി വരുന്ന ഇതൊക്കെ ഓർക്കുമ്പം ചിലപ്പം പ്രതികരിക്കും, എന്ത് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ തെറ്റായി പോകും എന്ന നിലയ്ക്ക് നമ്മൾ ആ ഒരു ലെവലിൽ നമ്മളും ഒരു സ്ത്രീയാണ്. അപ്പം നമ്മളും ആ ഒരു ഇത് ചിന്തിച്ചിട്ട് നമ്മൾ അവരെ സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈയിടയ്ക്ക് എന്നിട്ട് അവരൊരു 26 വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ കല്യാണം കഴിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഏജിൽ കുറഞ്ഞവരെ കെട്ടും, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അത് നമ്മൾ അതിലൊന്നും ഇടപെടാൻ നമ്മൾ ആരുമല്ല. പക്ഷേ ഇന്ന് അതൊന്നുമല്ല, എല്ലാത്തിനും എതിരായിട്ട് ഷാജി വേറൊരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചിട്ടില്ല. അവർ പറഞ്ഞത് കുറേ അവർക്ക് മെസ്സേജും കാര്യങ്ങളും. കാരണം ഒരു സ്ത്രീ ഹസ്ബൻഡില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, 5 മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ നമ്പർ അവർക്ക് ഇങ്ങനെ പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ പേര് അതിനെ ശല്യം ചെയ്തു, ആ സ്ത്രീയെ ശല്യം ചെയ്തു. അതിൻ്റെ പേരിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു കാര്യം പൊതുവായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പ്രതികരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ എടുത്ത് പലരും പല രീതിയിൽ ഇതിപ്പോൾ ഇവിടെങ്ങ് നിൽക്കാത്ത രീതിയിൽ എങ്ങോ പോയി. കാരണം നമുക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പം കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇപ്പം ലാസ്റ്റ് ഷാജി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാനത് വേറൊരു രീതിയിൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ചെയ്തുകൂടെ? ഇതൊരു സോഷ്യൽ മീഡിയയാണ്. ഇതൊക്കെ വന്നിങ്ങനെ തുറന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ ഇതെന്തോ ആകും. ഇത് നാളെ മക്കൾ കാണുന്നു, അല്ലെ എൻ്റെ വീട്ടുകാർ കാണുന്നു, ഇത് കുടുംബക്കാർ കാണുന്നു എന്നൊന്നും ചിന്തിക്കാതാണ് ഈ വന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. കാരണം അവരുടെ നമ്പർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് എന്തായാലും ഒരു സ്ത്രീ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഒരുപാട് പേര് ശല്യം ചെയ്യാൻ കാണും, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനു വേണ്ടി അതൊന്ന് ഓപ്പണായിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ അതെല്ലാവരും കൂടെ എടുത്ത് വളച്ച് ഒടിച്ച് ഇപ്പോൾ എങ്ങും നിൽക്കാത്ത ഒരു ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ പറയുക. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാമല്ലോ, എന്നെ ഒരുപാട് പേരിങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറയാമല്ലോ. എന്നിട്ട് നമ്പരങ്ങ് മാറ്റിയേ പോരായിരുന്നു, അല്ലെ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മൊത്തത്തിൽ കൈവിട്ട് പോയൊരവസ്ഥയാണ്.